നമ്മുടെ സഹോദരങ്ങളുടെ വസ്തുക്കൾ അനുവാദമില്ലാതെ എടുക്കാൻ പാടില്ലാത്തതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, ഇമാം അൽ ബുഖാരി റഹിമഹുള്ളാഹിയുടെ വളരെ പ്രശസ്തമായ ഹദീസ് ഗ്രന്ഥം അൽ അദബുൽ മുഫ്രദ്, അതിലെ സ്വഹീഹായ ഹദീസുകളാണ് നാം വായിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദർസിൽ നാം വായിച്ചിരുന്ന ബാബു ഇമാഖത്തുൽ അദാ, വഴിയിൽ തടസ്സമായിട്ടുള്ള തടസ്സങ്ങൾ നീക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ ഫൗലുമായി ബന്ധപ്പെട്ട ഹദീസുകളാണ്. ആ ബാബിലെ അടുത്ത ഹദീസ് അൻ അബീ ദർറിൻ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ദർ അൽ ഗഫാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി പറയുന്നു: ഉരിദത് അലയ്യ അഅ്മാലു ഉമ്മതി ഹസനുഹാ വസയ്യിഉഹാ. എൻ്റെ ഉമ്മത്തിൻ്റെ കർമ്മങ്ങൾ എൻ്റെ അടുക്കൽ പ്രദർശിപ്പിക്കപ്പെട്ടു, നന്മയും തിന്മയും. നന്മയായിട്ടുള്ള പ്രവർത്തനങ്ങളും തിന്മയായിട്ടുള്ള പ്രവർത്തനങ്ങളും പ്രദർശിപ്പിക്കപ്പെട്ടു. ഫവജദ്തു ഫീ മഹാസിനി അഅ്മാലിഹാ അന്നൽ അദാ യുമാതു അനി ത്വരീഖ്. അവരുടെ ആ കർമ്മങ്ങളിൽ നല്ല ഒരു കർമ്മമായി ഞാൻ കണ്ടെത്തിയത് വഴിയിലുള്ള തടസ്സം നീക്കം ചെയ്യുന്നതാണ്. വവജദ്തു ഫീ മസാവി അഅ്മാലിഹാ അൻ-നുഖാഅതു ഫിൽ മസ്ജിദി ലാ തുദ്ഫൻ. അവരുടെ കർമ്മങ്ങളിൽ തിന്മയായിട്ടുള്ള മോശമായിട്ടുള്ള കർമ്മമായ ഒന്നായിട്ട് അതിൽ ഞാൻ പ്രത്യേകമായി ശ്രദ്ധിച്ച ഒരു കാര്യം, മസ്ജിദിൽ ഒഴിവാക്കാതെയുള്ള കഫം തുപ്പിയിട്ട് മസ്ജിദ്, അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് എന്താണ്, മണലും മറ്റുമാണ്. അപ്പോൾ അതിലെങ്ങാനും തുപ്പിയിട്ടുണ്ടെങ്കിൽ മണലുണ്ട് മൂടി അത് നീക്കം ചെയ്യും. അപ്പം അങ്ങനെ ചെയ്യാതെ മസ്ജിദിൽ കാർത്തിച്ച് തുപ്പിയ കഫം ഉള്ളതാണ് എന്ന് പറഞ്ഞു. ഈ ഹദീസിൽ ഈ ഉമ്മത്തിന്റെ കർമ്മങ്ങൾ നന്മയും തിന്മയും പ്രദർശിപ്പിക്കപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ കാണിച്ചപ്പോൾ അതിൽ വളരെ നല്ലതായിട്ടുള്ളതും അതുപോലെ തന്നെ മോശമായിട്ടുള്ള കർമ്മം എന്നുള്ളതിൽ നിസ്സാരമായി ആളുകൾ കാണുന്ന രണ്ട് കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞിട്ടുള്ളത്. അതായത് പ്രത്യേകിച്ച് വലിയൊരു ഗൗരവം കൊടുക്കാത്തൊരു കാര്യമായിരിക്കും നന്മയുടെ കൂട്ടത്തിൽ വഴിയിൽ തടസ്സം നീക്കുക എന്നുള്ളതും, ഒരു തിന്മയുടെ കൂട്ടത്തിൽ പ്രത്യേകിച്ച് അന്നത്തെ കാലത്തെ മസ്ജിദിൽ കഫം കിടക്കുക എന്നുള്ളതുമല്ല. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും മനസ്സിലാക്കേണ്ടത് ചെറുതാണെങ്കിലും വളരെ മഹത്തരമായിട്ടുള്ള കാര്യമാണ് ഈ രണ്ടും. ഒന്ന്, മസ്ജിദിൽ വഴിയിൽ എന്തെങ്കിലും തരത്തിലുള്ള തടസ്സം, ആളുകൾക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കല്ലാവട്ടെ മുള്ളാവട്ടെ മറ്റെന്തെങ്കിലും ഒരു കാര്യമാവട്ടെ, നടന്നു പോകാനോ അല്ലെങ്കിൽ വാഹനത്തിൽ പോകാനോ എന്തിനെങ്കിലും തടസ്സമായിട്ടുള്ള ഒരു കാര്യം നീക്കം ചെയ്യുക എന്നുള്ളത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കർമ്മമാണ്. ഈമാനിന്റെ ഭാഗമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ നമ്മുടെ ഈമാനിനെ ഒന്ന് അളന്നു നോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, മറ്റുള്ള മുസ്ലിമീങ്ങൾക്ക് ആളുകൾക്ക് ബുദ്ധിമുട്ടാകുന്ന തരത്തിൽ വഴിയിൽ തടസ്സമുണ്ടെങ്കിൽ അത് നീക്കാൻ നാം ശ്രദ്ധിക്കുക എന്നത്. രണ്ടാമത്തേത് പറഞ്ഞത് മസ്ജിദിൽ കഫം, അത് ആ അളവിൽ തന്നെ, അത് ഒന്നുകൊണ്ടും നീക്കം ചെയ്യാതെ മൂടി വെക്കാതെയുള്ള അവസ്ഥയിൽ. അപ്പൊ അത് പ്രത്യേകിച്ചും ഇന്ന് കാലഘട്ടത്തിൽ നമ്മൾ മസ്ജിദുകൾ കാർപ്പറ്റുകളും അതുപോലുള്ള കാര്യങ്ങളായതുകൊണ്ട് പ്രത്യേകിച്ച് ആരും അങ്ങനെ ചെയ്യാറില്ല. പക്ഷെ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തെല്ലാം എന്തെങ്കിലും ഒരു കാര്യത്തിന് തുപ്പുകയോ മറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ മസ്ജിദിൽ കുറച്ച് മണ്ണ് നീക്കിയിട്ട് അവിടെ തന്നെ തുപ്പി മണ്ണിട്ട് മൂടുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ന് അത് ആ രീതിയിലില്ല. എന്നാൽ ഒന്നുകൂടി നമുക്ക് ശ്രദ്ധിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ മസ്ജിദിൽ
മോശപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ, എന്തെങ്കിലും അതുപോലെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്യുക എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ മസ്ജിദ് വൃത്തികേടാക്കുക. നമ്മളെല്ലാവരും മസ്ജിദിൽ സമയം ചെലവഴിക്കുന്നവരാണ്. അപ്പൊ നമ്മുടെ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ മസ്ജിദായിട്ട് ഇനിയിപ്പോ ചിലപ്പോ ചില സമയത്ത് ഒന്ന് ചുമക്കുമ്പോഴോ തുമ്മുമ്പോഴൊക്കെ കാർക്കിച്ചിട്ട് കഫം മസ്ജിദിലാകുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകാം. അപ്പൊ അപ്പോഴൊക്കെ അത് ഒഴിവാക്കാനും അതുപോലെ അങ്ങനെ ആകാതിരിക്കാനും എല്ലാം ശ്രദ്ധിക്കുക എന്നുള്ളതും മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പൊ പൊതുവെ മസ്ജിദിനെ വൃത്തിയായി കാത്തു സൂക്ഷിക്കുക എന്ന കാര്യവും മനസ്സിലാക്കാം. അടുത്ത ബാബു ഖൗലിൽ മഅറൂഫ്. മഅറൂഫ് നന്മ എന്നുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകളാണ്. മഅറൂഫ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു, നന്മയായിട്ടുള്ള വാക്കോ പ്രവർത്തനങ്ങളോ എല്ലാം മഅറൂഫ് എന്ന വാക്കിന്റെ ആശയത്തിൽപ്പെട്ടതാണ്. عن عبد الله بن يزيد الخطمي قال قال رسول الله صلى الله عليه وسلم كل معروف صدقة. എല്ലാവിധ മഅറൂഫുകളും സദഖയാണ്. മുമ്പ് ഈ ഹദീസ് പറഞ്ഞിട്ടുണ്ട്. അതായത് മഅറൂഫ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന, ദീനിൽ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള നന്മകളായിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ അതുപോലെ തന്നെ ആളുകൾക്കിടയിൽ നന്മയായിട്ട് നല്ല കാര്യമായിട്ട് അറിയപ്പെടുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ളതെല്ലാം സദഖത്തുൻ, സദഖയാണ്. അഥവാ പ്രതിഫലം നൽകപ്പെടുന്ന സദഖയുടെ ഇനത്തിൽ കൂട്ടുന്ന കാര്യമാണ് നന്മയായിട്ടുള്ള ഏതൊരു കാര്യവും. ഈ ബാബിലെ അടുത്ത ഹദീസ് عن أنس رضي الله عنه قال كان النبي صلى الله عليه وسلم إذا أتي بالشيء يقول നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്. അനസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖാദിമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ടുവരപ്പെട്ടാൽ, എന്തെങ്കിലും ഒരു വസ്തുവോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊണ്ടുവരപ്പെട്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, ഇദ്ഹബൂ ബിഹി ഇലാ ഫുലാനത്തിൻ, ഇത് ഇന്നാലിന്ന സ്ത്രീക്ക് കൊണ്ടുപോയി കൊടുക്കണം, ഇന്നാലിന്ന സ്ത്രീക്ക് കൊണ്ടുപോയി കൊടുക്കണം. ഫഇന്നഹാ കാനത് സദീഖത്തു ഖദീജ, കാരണം ആ സ്ത്രീ ഖദീജയുടെ കൂട്ടുകാരിയായിരുന്നു എന്ന് പറയാറുണ്ട്. ഇദ്ഹബൂ ബിഹി ഇലാ ബൈതി ഫുലാന, അല്ലെങ്കിൽ ഇന്നാലിന്ന പെണ്ണിന്റെ വീട്ടിലേക്ക് നീ ഇതുകൊണ്ട് പോകണം. ഫഇന്നഹാ കാനത് തുഹിബ്ബു ഖദീജ, കാരണം ആ സ്ത്രീയെ ഖദീജ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ സ്ത്രീ ഖദീജയെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രീതിയായിരുന്നു, പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വളരെയധികം ഇഷ്ടമുള്ള ഭാര്യയായിരുന്നു ഖദീജ ബീവി എന്നുള്ളത്. ആയിഷ റളിയല്ലാഹു അൻഹ മുമ്പ് ആദ്യത്തെ ഭാര്യയാണ്. അതുപോലെ തന്നെ വളരെയധികം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർക്കാറുള്ള ഭാര്യയായിരുന്നു ഖദീജ ബീവി. കാരണം ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച് വിശ്വസിച്ചതും ആളുകൾ കളവാക്കിയപ്പോൾ സത്യപ്പെടുത്തിയതും എല്ലാ രീതിയിലും സമ്പത്ത് നൽകിയിട്ടും അതുപോലെ എല്ലാ രീതിയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്താങ്ങി ദഅവത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ ഒപ്പം നിന്ന ആളാണ് ആര്? ഖദീജ ബീവി. അതിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല മക്കളെ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആയിഷ ബീവി പറയാറുണ്ട്, ഞാൻ ഏതെങ്കിലും ഒരു സ്ത്രീയുടെ മേലെ ഗൈറത്ത് തോന്നിയിട്ടുണ്ടെങ്കിൽ, ആത്മരോഷം, ഒരു അസൂയ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ആരുടെ മേലെയാണ്? ഖദീജ ബീവിയുടെ മേലെയാണെന്ന്. ആയിഷ ബീവി സലാമത്ത് ഖദീജ ബീവിയെ പറ്റി റസൂലുള്ളാഹി അധികമായി ഇങ്ങനെ പറയുമ്പോ ആയിഷ ബീവി ദേഷ്യം പിടിച്ച് ചോദിക്കും, ഇത്രയും സൗന്ദര്യവും ചെറുപ്പമുള്ള എന്നെ കിട്ടിയിട്ടും ആ വയസ്സായ ആ സ്ത്രീയെ ആലോചിച്ചിരിക്കുകയാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുള്ള ഒരു മറുപടി ഉണ്ട്, ഫഇന്നഹാ കാനത്, അവൾ അങ്ങനെയായിരുന്നു, ഖദീജ ബീവി അങ്ങനെയായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയധികം ഇഷ്ടപ്പെട്ട ഭാര്യയായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടുത്തെ മരണശേഷം പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം 10ഓളം വിവാഹങ്ങൾ കഴിച്ചിട്ടുണ്ട്. പക്ഷേ എന്തെങ്കിലും ആടിനെ അറുക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ലഭിക്കുകയോ എല്ലാം ചെയ്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ ബീവിക്ക് ഇഷ്ടപ്പെട്ട ഖദീജ ബീവിയുടെ കൂട്ടുകാരികൾക്കും മറ്റുമായിട്ട് അത് നൽകാറുണ്ട്. എന്തുകൊണ്ടാണ്? ഭാര്യയോടുള്ള ഒരു വഫാണ്. വഫ എന്ന് പറഞ്ഞാൽ മരണത്തിന് ശേഷവും ഭാര്യയോടുള്ള ഇഷ്ടം കാണിക്കുന്ന അടയാളത്തിന്റെ ഭാഗമായിട്ട് ഖദീജ ബീവിയുടെ കൂട്ടുകാരികളുടെ അടുക്കിലേക്ക് അതുപോലെ ഖദീജ ബീവി ഇഷ്ടപ്പെട്ടിരുന്ന സ്ത്രീകളുടെ അടുത്തേക്കെല്ലാം മാംസങ്ങളും അതുപോലെ മറ്റു പല കാര്യങ്ങളും എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്തയക്കാറുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു നന്മയായിട്ടുള്ള കാര്യമാണ് സ്വതക്കയായിട്ടും മറ്റുമെല്ലാം കൊടുക്കുക എന്നുള്ളത്. അപ്പൊ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യാറുണ്ടായിരുന്നു. ചില ആളുകൾ, ശിർക്കിന്റെയും ഖുറാഫാത്തിന്റെയും ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്ന ഈ ഒരു കാര്യത്തെ എടുത്തുകൊണ്ട് അത് ഖദീജ ബീവിയുടെ ആണ്ട് ആഘോഷിച്ചിരുന്നതായിട്ടൊക്കെ പറയുന്നത് കാണാൻ സാധിക്കും. ശുദ്ധ അബദ്ധമാണത്. ഖദീജ ബീവിയുടെ ആണ്ട് നോക്കിയിട്ടോ മരണപ്പെട്ട ദിവസം നോക്കിയിട്ടോ ജനിച്ച ദിവസം നോക്കിയിട്ടോ അല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിരുന്നത്? ഇതുപോലെ നൽകിയിരുന്നത്. ആടിനെ അറുക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം ലഭിച്ചാൽ ആ ഒരു സമയത്ത് അത് നൽകിയിരുന്നു എന്ന് മാത്രം.
ചില ആളുകൾ തെറ്റിയിരിപ്പിക്കാറുണ്ട്. ഒരിക്കലും അങ്ങനെയല്ല കാര്യം. ഖദീജ ബിവിയോടുണ്ടായിരുന്ന സ്നേഹത്തിന്റെ, ഇഹ്സാനിന്റെ, വഫാഇന്റെ ഭാഗമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ നൽകാറുണ്ടായിരുന്നു. അടുത്ത ഹദീസ് അൻ ഹുദൈഫ ഖാല ഖാല നബിയുക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലു മഅറൂഫിൻ സദഖ. നേരത്തെ പറഞ്ഞ അതേ ഹദീസാണ്. ബാബുൽ ഖുറൂജി ഇലൽ മബ്ഖലതി വഹംലി ഷൈ. മബ്ഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോട്ടം അഥവാ മരമല്ലാത്ത ചെടികളിൽ ഉണ്ടാകുന്ന പയറ് അതുപോലെയുള്ള കായ്കൾ ഉണ്ടാകുന്ന തോട്ടത്തിലേക്ക് പോകുന്നതും അതുപോലെ തന്നെ അത് എന്തെങ്കിലും ഏറ്റിക്കൊണ്ട് പോകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകളാണ്. വഹംലി ഷൈ അലാ ആതിഖിഹി ഇലാ അഹ്ലിഹി ബിസ്സബീൽ. അങ്ങനെ തോട്ടത്തിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങളെല്ലാം ചാക്കിലാക്കിക്കൊണ്ട് തോളിലേറ്റി വരുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഹദീസുകളാണ്. ഇതിൽ ആദ്യം കൊടുക്കുന്നത് സ്വഹാബികളുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു സംഭവം, സ്വഹാബികൾക്കിടയിൽ ഉണ്ടായ ഒരു സംഭവമാണ് കൊടുക്കുന്നത്. അൻ അംർ ഇബ്നു അബീ ഖുറത്തുൽ കിന്ദി ഖാല. അംർ ഇബ്നു അബീ ഖുറത്തുൽ കിന്ദി അദ്ദേഹം പറയാണ്, അറള അബീ അലാ സൽമാൻ ഉഖ്തഹു. ഈ അംറിന്റെ ഉപ്പയായ അബൂ ഖുറ അൽ കിന്ദി അംർ താബിഈയാണ്. അദ്ദേഹത്തിന്റെ ഉപ്പ അദ്ദേഹത്തിന്റെ സഹോദരിയെ സൽമാൻ ഉൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന് വിവാഹം കഴിക്കാൻ വേണ്ടി അന്വേഷിച്ചു. അതായത് അദ്ദേഹത്തിന്റെ സഹോദരി സൽമാൻ ഉൽ ഫാരിസി റളിയല്ലാഹു അൻഹു സ്വാലിഹായിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ തന്റെ മകളെയോ സഹോദരിയോ എല്ലാം സ്വാലിഹായ ഒരു വ്യക്തിയെ കാണുമ്പോൾ, പുരുഷനെ കാണുമ്പോൾ വിവാഹം പോയി അന്വേഷിക്കുക എന്നുള്ളത് അനുവദിക്കപ്പെട്ടുള്ള കാര്യമാണ്. ചില നാടുകളിൽ ഒരു സംസ്കാരം കാണാം, പുരുഷനാണ് സ്ത്രീയെ വന്ന് അന്വേഷിക്കേണ്ടത്, അങ്ങോട്ടൊന്നും അന്വേഷിക്കാൻ പാടില്ല എന്ന് പെൺകുട്ടിയുടെ വീട്ടുകാർ ചിന്തിക്കുന്നത്. ഇവിടെ സഹാബികൾ അവരുടെ മക്കളെയും സഹോദരിമാരെയും എല്ലാം നല്ല പുരുഷന്മാരെ കണ്ടാൽ വിവാഹം കഴിച്ചുകൂടെ എന്ന് അങ്ങോട്ട് പോയി ചോദിച്ചിരുന്ന ധാരാളം സന്ദർഭങ്ങളും സംഭവങ്ങളും കാണാം. അപ്പോ തന്റെ സഹോദരിയെ വിവാഹം അന്വേഷിക്കാൻ വേണ്ടി സൽമാൻ ഫാരിസ് റളിയല്ലാഹുവിനോട് അന്വേഷിച്ചു. ഫഅബ, പക്ഷെ അദ്ദേഹം അതിന് തയ്യാറായില്ല. വതസവ്വജ മൗലാതൻ ലഹു യുഖാലു ലഹാ ബുഖൈറ. പക്ഷെ അദ്ദേഹം വിവാഹം കഴിച്ചത് അദ്ദേഹത്തിന്റെ അടിമയായിട്ട് മോചിപ്പിക്കപ്പെട്ട ഒരു സ്ത്രീയെ ആണ് വിവാഹം കഴിച്ചത്. فبلغ أبو قرة أنه كان بين حذيفة وسلمان شيء. അപ്പൊ ആ കാര്യം അവിടെ കഴിഞ്ഞു. അപ്പൊ അബൂ ഖുറ സഹോദരിയെ നോക്കി അന്വേഷിച്ച് തയ്യാറായില്ല, വേറെ കല്യാണം കഴിച്ചു. അപ്പൊ പിന്നെ പറയുന്നത് ഈ അബൂ ഖുറ ആരാണോ ഈ കല്യാണം അന്വേഷിച്ചത്, ആ വ്യക്തി ഹുദൈഫ റളിയല്ലാഹുവിന്റെ അടുക്കലും സൽമാൻ റളിയല്ലാഹുവിന്റെ ഇടയിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ട് എന്ന് അറിഞ്ഞു. സ്വാഭാവികമായിട്ടും ഈ കല്യാണം അന്വേഷിച്ചിട്ട് അതിന് തയ്യാറാകാതിരിക്കുമ്പോൾ ചിലപ്പോൾ മനുഷ്യന്മാർ തമ്മിൽ എന്തുണ്ടാവും, ഒരു ഇഷ്ടക്കേടൊക്കെ ഉണ്ടാവും. പക്ഷെ സ്വഹാബികൾക്ക് അങ്ങനെ ഒന്നും ഇല്ലാതെ അവരിടപഴകുന്ന ഒരു കാര്യം പറയാണ്. അപ്പൊ ഈ കല്യാണം അന്വേഷിച്ച അബൂ ഖുറ എന്തറിഞ്ഞു, സൽമാൻ റളിയല്ലാഹു അൻഹുവും ഹുദൈഫ റളിയല്ലാഹു അൻഹുവും തമ്മിൽ എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ട്, എന്തോ ഒരു അകൽച്ച ഉണ്ട് എന്ന് അറിഞ്ഞു. ഫഅതാഹു യത്ലുബുഹു ഫഉഖ്ബിറ അന്നഹു ഫീ മബ്ഖലത്തിൻ ലഹു. അങ്ങനെ സൽമാൻ റളിയല്ലാഹുവിനെ കാണാനായിട്ട് അബൂ ഖുറ ചെന്നു. അപ്പൊ ആ സമയത്ത് പിന്നെ അറിഞ്ഞു സൽമാൻ റളിയല്ലാഹു വീട്ടിലില്ല, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചെറിയ ചെറിയ ചെടികളെല്ലാം വളർത്തുന്ന ഒരു തോട്ടത്തിലാണുള്ളത്. വലിയ പിന്നെ കൃഷിയോ വൃക്ഷങ്ങളൊന്നും ഇല്ലാത്ത ചെറിയ ചെറിയ ചെടികളിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ വളർത്തുന്ന തോട്ടത്തിലാണുള്ളത്. ഫതവജ്ജഹ ഇലൈഹി, അങ്ങനെ അബൂ ഖുറ അങ്ങോട്ട് പോയി. فلقيه معه زبيل فيه بقل قد أدخل عصاه في عروة الزبيل وهو على عاتقه. ആ സമയത്ത് സൽമാൻ റളിയല്ലാഹു അൻഹു ആ തോട്ടത്തിൽ നിന്നുള്ള ചെറിയ പയറും മറ്റും കാര്യങ്ങളെല്ലാം ചാക്കിലായിക്കൊണ്ട് തോളിലേറ്റിയിട്ട് വരികയാണ്. അപ്പോ അബൂ ഖുറ തന്റെ വടി കൊണ്ട് ആ ചാക്കിന്റെ ഉള്ളില് ഒന്ന് കുത്തി നോക്കി, ആ രീതിയിൽ ഒന്ന് കുത്തി. ഫഖാല, എന്നിട്ട് സൽമാൻ റളിയല്ലാഹു അൻഹു വിളിച്ചു, യാ അബാ അബ്ദില്ലാ മാ കാന ബൈനക വബൈന ഹുദൈഫ. ഈ അബൂ ഖുറ ചോദിച്ചു, എന്താണ് അബൂ അബ്ദില്ലാ, സൽമാൻ കുനിയത്താണ്, നിങ്ങളുടെയും ഹുദൈഫ റളിയല്ലാഹുവിന്റെ ഇടയിലുള്ള പ്രശ്നം എന്താണ്, എന്തോ ഒരു അകൽച്ച ഉണ്ടെന്ന് കേട്ടല്ലോ, എന്താ കാര്യം? ഖാല യഖൂൽ സൽമാൻ റളിയല്ലാഹു അൻഹു പിന്നെ ഈ തോട്ടത്തിൽ നിന്ന് സാധനങ്ങൾ ഏറ്റി വീട്ടിലേക്ക് പോവാണ്. അതിന്റെ ഇടയിലാണ് വടിയോട് കുത്തിയിട്ട് ചോദിക്കുന്നത്. അപ്പൊ സൽമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ സൂറത്തുൽ ഇസ്രായിലെ 11-ാമത്തെ ആയത്ത് ഓതി, വകാനൽ ഇൻസാനു അജൂല, മനുഷ്യൻ എന്തൊരു ധൃതിയുള്ള ആളാണ്. അതായത് വീട്ടിലെത്തിയിട്ട് മെല്ലെ ചോദിച്ചാൽ മതി, വഴി തന്നെ ഡേറ്റി പോകുന്ന വഴിക്ക് തന്നെ ചോദിക്കേണ്ട നിലക്ക് വകാനൽ ഇൻസാൻ അജൂല, മനുഷ്യൻ ധൃതി കാണിക്കുന്നവരാണെന്ന് പറഞ്ഞു. ഫൻതലഖാ ഹത്താ അതയാ ദാർ സൽമാൻ. അങ്ങനെ അവർ രണ്ടുപേരും നടന്ന് സൽമാൻ റളിയല്ലാഹുവിന്റെ വീട്ടിലെത്തി. ഫദഖല സൽമാൻ ഉദ്ദാറ, സൽമാൻ റളിയല്ലാഹു വീട്ടിൽ പ്രവേശിച്ചു. ഫഖാല അസ്സലാമു അലൈക്കും സുമ്മ അദിന ലി അബീ ഖുറ. അങ്ങനെ അദ്ദേഹം കയറി സലാം പറഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് വീട്ടിൽ സ്ത്രീകളുണ്ടാവും, ഒരു മാറി നിന്നിട്ടോ മറ്റോ അബൂ ഖുറ ഒപ്പം വന്ന ആളോട് കയറാൻ പറഞ്ഞു. ഫദഖല ഫഇദാ
نمط موضوع على باب فإذا نمط موضوع على باب وعند رأسه لبنات അവിടെ പിന്നെ വാതിലിന്റെ ഒരു ഭാഗത്തായിട്ട് ഒരു വിരിപ്പുണ്ട്. വൈദാ ഖുർതാതും ഫഖാല ഇജ്ലിസ് അലാ ഫിറാശി മൗലാതിക അല്ലതി തമഹദ ലിനഫ്സിഹാ, അങ്ങനെ ഒരു വിരിപ്പ് വിരിച്ചിട്ട് അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. സുമ്മ അൻശാ യുഹദ്ദിസുഹു ഫഖാല, എന്നിട്ട് അവർ സംസാരിക്കാൻ തുടങ്ങി. എന്നിട്ട് സംസാരിക്കുന്ന വിഷയത്തിൽ സൽമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്ന ഹുദൈഫത കാന യുഹദ്ദിസു ബി അഷ്യാ, ഹുദൈഫ റളിയല്ലാഹു അൻഹു ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, ചില കാര്യങ്ങൾ ഉദ്ധരിച്ച് പറയുന്നുണ്ടായിരുന്നു. കാന യഖൂലുഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഗളബിഹി ലിഅഖ്വാമിൻ ഫഉതാ ഫഉസ്അല അൻഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില ആളുകളുമായിട്ട് ദേഷ്യം വന്ന സമയത്ത് പറഞ്ഞിരുന്ന വാക്കുകൾ എന്ന നിലക്ക് ഹുദൈഫ റളിയല്ലാഹു അൻഹു ചില കാര്യങ്ങൾ ഉദ്ധരിച്ചു. അപ്പൊ അങ്ങനെ ആ കാര്യം അറിയാൻ വേണ്ടി എന്റെ അടുക്കൽ കുറച്ച് ആളുകൾ വന്നു. വേറെ സഹാബികൾക്ക് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഫഖൂൽ, അപ്പൊ സൽമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ പറഞ്ഞു, ഹുദൈഫതു അഅലമു ബിമാ യഖൂൽ വഅക്റഹു അൻ തകൂന ബഗാഇൻ ബൈന അഖ്വാമിൻ, ഹുദൈഫക്കാണ് അതിനെക്കുറിച്ച് എന്തുണ്ടാവുക കൂടുതൽ അറിയാം, എന്താണ് പറഞ്ഞത് അതിനെക്കുറിച്ച് കൂടുതൽ ഹുദൈഫ റളിയല്ലാഹു അറിയാം. ആളുകൾക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അയാൾക്ക് പറഞ്ഞു. ഫൗതിയ ഹുദൈഫ ഫഖീല ലഹു, അങ്ങനെ ഈ കാര്യം ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇന്ന സൽമാന ലാ യുസദ്ദിഖുക വലാ യുകദ്ദിബുക ബിമാ തഖൂൽ, സൽമാൻ ഫാരിസി നിങ്ങൾ പറഞ്ഞ കാര്യത്തെ സത്യപ്പെടുത്തുകയോ കളവാക്കുകയോ ചെയ്തിട്ടില്ല, നിങ്ങൾ പറഞ്ഞ നിങ്ങൾക്ക് കൂടുതൽ അറിയുള്ളൂ എന്ന നിലക്കാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയാറുണ്ടായിരുന്നു എന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചപ്പോ ആളുകൾ ആരുടെ കൂടി വന്ന് ചോദിച്ചു? സൽമാൻ റളിയല്ലാഹു അൻഹുവിനോട് കൂടി ചോദിച്ചു. അപ്പൊ സൽമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് കൃത്യമായിട്ട് അതിനെ കുറിച്ച് അറിയില്ല, ഹുദൈഫ പറഞ്ഞതായിരിക്കും, ഹുദൈഫക്കാണ് അതിനെ കുറിച്ച് കൂടുതൽ അറിവുണ്ടാവുക എന്ന് പറഞ്ഞു. അപ്പൊ ഹുദൈഫ റളിയല്ലാഹു അൻഹു അത് കുറച്ച് ഇഷ്ടമായില്ല, കാരണം സൽമാൻ റളിയല്ലാഹു അൻഹു അങ്ങനെ തന്നെ പറയാൻ നിലക്ക്. ഫജാഅനി ഹുദൈഫ ഫഖാല, അങ്ങനെ ഹുദൈഫ റളിയല്ലാഹു അൻഹു സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കിലേക്ക് വന്നു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, യാ സൽമാൻ ഇബ്ന ഉമ്മി സൽമാൻ, സൽമാൻ എന്ന് വിളിച്ചു, ഉമ്മു സൽമാനിന്റെ മകനായ സൽമാനെ എന്ന് വിളിച്ചു എന്നൊരു കടുപ്പത്തിൽ പറഞ്ഞതാണ്. ഫഖുൽതു, അപ്പൊ ഹുദൈഫ റളിയല്ലാഹു അൻഹു പിന്നെ സൽമാൻ റളിയല്ലാഹു അൻഹു തിരിച്ചു പറയാണ്, ഞാൻ തിരിച്ചു പറഞ്ഞു, യാ ഹുദൈഫത ഇബ്ന ഉമ്മി ഹുദൈഫ, ഹുദൈഫയുടെ ഉമ്മാന്റെ മകനായ ഹുദൈഫ എന്ന് ഞാൻ പറഞ്ഞു. അറബിയിൽ ഒന്നൊരു സ്ട്രോങ് ആയി പറയുന്ന രീതിയിൽ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അപ്പൊ ഇങ്ങനെ ഈ സൽമാൻ ഹുദൈഫ ഈ കാര്യം ചോദിക്കാൻ വന്നാണല്ലോ. സൽമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലതൻതഹിയന്ന ഔ ലഅക്തുബന്ന ഫീക ഇല ഉമർ, നിങ്ങൾ ഈ പ്രശ്നം അവസാനിപ്പിച്ചിട്ടില്ല എങ്കിൽ ഞാൻ ഉമർ റളിയല്ലാഹുവിന്റെ അടുക്കിലേക്ക് വിഷയമായിട്ട് കത്തെഴുതുന്നു പറഞ്ഞു. ഉമർ റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിന്റെ കാലത്തായിരിക്കും. അപ്പൊ ഇങ്ങനത്തെ ഒരു വിഷയത്തിന്റെ പേരിൽ ഇങ്ങനത്തെ ഒരു അകൽച്ചകൾ അവസാനിപ്പിച്ചിട്ടില്ല എങ്കിൽ ഞാൻ ഉമർ റളിയല്ലാഹുവിന്റെ അടുക്കിലേക്ക് കത്തെഴുതും എന്ന് പറഞ്ഞു. ഫലമ്മ, എന്നിട്ട് സൽമാൻ റളിയല്ലാഹു അൻഹു പറയാണ്, ഫലമ്മ ഖവ്വഫ്തുഹു ബിഉമർ തറകനി, ഞാൻ ഉമർ റളിയല്ലാഹുവിനെ പറഞ്ഞ് പേടിപ്പിച്ചപ്പോൾ ഹുദൈഫ റളിയല്ലാഹു അൻഹു എന്നെ ആ വിഷയം വിട്ടു. പിന്നെ എന്റെ അടുത്ത് ആ വിഷയം പറഞ്ഞുകൊണ്ട് വന്നിട്ടില്ല. കാരണം ഉമർ റളിയല്ലാഹുവിന് അത്ര പേടിയായിരുന്നു. ഖലീഫ നിലക്കും ഉമർ റളിയല്ലാഹുവിന്റെ ഫضل അത്ര വലുതാണ്. അപ്പൊ ഉമർ റളിയല്ലാഹുവിനെ പറഞ്ഞ് പേടിപ്പിച്ചപ്പോ ഹുദൈഫ റളിയല്ലാഹു പിന്നെ ആ വിഷയമായിട്ട് സംസാരിക്കാൻ സൽമാൻ റളിയല്ലാഹുവിന്റെ അടുത്ത് വന്നിട്ടില്ല. വഖദ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് പിന്നെ സൽമാൻ റളിയല്ലാഹു അൻഹു ഹദീസ് ഉദ്ധരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മിൻ വലദി ആദം അന, ഞാൻ ആദം സന്തതിയിൽപ്പെട്ടവൻ തന്നെയാണ്, അഥവാ ഞാനും ഒരു മനുഷ്യൻ തന്നെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. മനുഷ്യനാണ്, വഹി ലഭിക്കുന്ന റസൂലാണ്, പക്ഷേ മനുഷ്യനാണെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഫയ്യുമാ അബ്ദുൻ മിൻ ഉമ്മതി ലഅൻതുഹു ലഅനതൻ, എന്റെ ഉമ്മത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരാളെ ഞാൻ ഏതെങ്കിലും വിഷയത്തിൽ ശപിക്കുകയാണ്, ഔ സബബ്തുഹു സബ്ബതൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് ചീത്ത പറയുകയാണെങ്കിൽ, ഫി ഗൈരി കുൻഹിഹി, എന്നാൽ അവൻ അതിന് യോഗ്യനല്ല, അഥവാ അവൻ ആക്ഷേപിക്കപ്പെടേണ്ടവനോ ചീത്ത പറയപ്പെടേണ്ടവനല്ല, അങ്ങനത്തെ രീതിയിൽ എന്തെങ്കിലും ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഫജ്അൽഹാ അലൈഹി സ്വലാത്തൻ, അത് അവന്റെ മേലൊരു കാരുണ്യമായിട്ട് നിങ്ങൾ കണക്ക് കൂട്ടിയാൽ മതി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരാളുടെ മേലെ വേറൊരാൾ പിന്നെ അയാൾ ആ കുറ്റമൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ അയാളുടെ മേലെ ശപിക്കുകയോ ചീത്ത പറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അത് അയാൾക്ക് എന്താണ്, അയാൾക്ക് കാരുണ്യമാണ് എന്ന് പറഞ്ഞു. ഈ ഒരു സംഭവം ഹുദൈഫ റളിയല്ലാഹുവിന്റെ ഇടയിലും സൽമാൻ റളിയല്ലാഹുവിന്റെ ഇടയിലും ഉണ്ടായത് കൊടുത്തിരിക്കുന്നു എന്ന് മാത്രം. ഇവിടെ ഈ ഒരു സംഭവത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ഈ ബാബുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അദബുൽ മുഫ്രദ് ഒരു മര്യാദ എന്ന നിലക്ക് കൊടുത്തിട്ടുള്ളത് ഉലമാക്കൾ ഈ സംഭവത്തെ വിശദീകരിച്ച് പറയുന്നത് ഈ കിതാബിൽ കൊടുക്കാനുള്ള കാരണം, ഇവിടെ സൽമാൻ റളിയല്ലാഹു അൻഹു തന്റെ തോട്ടത്തിൽ പോയി അവിടെ നിന്നുള്ള കായ്കനികൾ പയറും മറ്റുമെല്ലാം ചാക്കിലാക്കി കൊണ്ടെടുത്ത്
കുടുംബത്തിലേക്ക് കൊണ്ടുവന്ന് കൊടുത്തതാണ് ഇതിൽ പ്രധാനമായി എടുത്തു പറഞ്ഞുള്ളൂ. ബാബിന്റെ പേരന്റ് എന്താണ്? ഈ തോട്ടത്തിലേക്ക് പോകലും ചാക്കിലേറ്റി വരലുമാണ്. അപ്പൊ കുടുംബത്തിന് കൊടുക്കാൻ വേണ്ടി ഈ തരത്തിൽ അധ്വാനിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് എന്തിൽപ്പെട്ടതാണ്? അദബിൽപ്പെട്ട കാര്യമാണ് എന്ന് അറിയിക്കാനാണ് ഈ സംഭവം കൊടുത്തിട്ടുള്ളത്. ബാക്കിയുള്ളതെല്ലാം കഥയുടെ ബാക്കിയായിട്ടുള്ളത് മാത്രം. അപ്പൊ അങ്ങനെ സ്വന്തം അധ്വാനിക്കാനുള്ള പ്രോത്സാഹനം പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രം. ബാബുൽ ഖുറൂജ് ഇല ബൈഅ, പുറത്തേക്ക് തോട്ടത്തിലേക്കും മറ്റും ഈന്തപ്പഴ തോട്ടത്തിലേക്കും അതുപോലെയുള്ള സ്ഥലങ്ങളിലേക്കെല്ലാം പോകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകളാണ്. عن أبي سلمة قال أتيت أبا سعيد الخدري وكان لي صديقا فقلت أبو سلمة رضي الله عنه പറയാണ്, ഞാൻ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് വന്നു. അദ്ദേഹം എന്റെ കൂട്ടുകാരനായിരുന്നു. ഫഖുൽതു, ഞാൻ ചോദിച്ചു, അലാ തഖ്റുജു ബിനാ ഇല النخل, ഇത് ഈന്തപ്പന തോട്ടത്തിലേക്ക് ഞങ്ങളുടെ കൂടെ നിങ്ങൾ വരുന്നില്ലേ എന്ന് ചോദിച്ചു. ഫഖറജ വഅലൈഹി ഖമീസത്തുൻ ലഹു, അദ്ദേഹം പുറപ്പെട്ടു. അദ്ദേഹത്തിന്റെ നല്ലൊരു വസ്ത്രം, ഖമീസ് എന്ന് പറഞ്ഞാൽ നല്ലൊരു വസ്ത്രം ധരിച്ചിട്ട് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി എന്ന് പറയുകയുണ്ടായി. എന്താണ് ഈ സംഭവം കൊടുക്കാനുള്ള കാരണം? ഇത് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, പുറത്തേക്ക് മറ്റുമെല്ലാം പോകുമ്പോൾ നല്ല വസ്ത്രം ധരിക്കുക എന്നുള്ളത് നല്ല അദബിൽപ്പെട്ട കാര്യമായിട്ട് അറിയിക്കാനാണ് എന്നും ഓർമ്മപ്പെടുത്തിയേക്കാണ്. അല്ലാഹു അഅലം. എന്നാൽ ഇതിന് തൊട്ട് ശേഷമുള്ള കൊടുത്തിട്ടുള്ള ഹദീസിനെ ബന്ധിപ്പിച്ചുകൊണ്ടുമാണ് പറഞ്ഞിട്ടുള്ളത് എന്നും കാണാം. അടുത്ത ഹദീസ് അൻ അലി സ്വല്ലല്ലാഹു അലൈഹി ഖാല, അലി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, അമറ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് അൻ യസ്അദ ഷജറതൻ ഫയഅതീഹി മിൻഹാ ബിശൈഇൻ. അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വൃക്ഷത്തിൽ നിന്ന്, അറാഖിന്റെ വൃക്ഷത്തിൽ നിന്ന് അതിന്റെ കൊള്ളി പൊട്ടിച്ചു തരാൻ പറഞ്ഞു. സാഹിബു സിവാക്ക് എന്നാണ് അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാറുള്ളത്. സിവാക്ക് അറിയാലോ, അറാഖ്, പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന ആ കൊള്ളി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് പൊട്ടിച്ചു കൊടുക്കാറുള്ള ആളാരാണ്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ്. സാഹിബു സിവാക്ക് എന്ന പേര് പറയാറുണ്ട്. അപ്പൊ ഒരു ദിവസം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ഒരു മരത്തിന്റെ മേലെ നിന്ന് ഒരു കൊള്ളി പൊട്ടിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു, സിവാക്കിന്. ഫനളറ അസ്ഹാബഹു ഇലാ സാഖി അബ്ദില്ലാഹ്, അങ്ങനെ ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ ചിലർ ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ കാലിലേക്ക്, ഈ മുട്ടിന് താഴെയുള്ള കാലിന്റെ ആ ഭാഗത്തേക്ക്, എന്താ പറയാ, കണങ്കാലായിരുന്നു, ആ ഭാഗം കണ്ടു. ഫവഹികൂ മിൻ ഹുമൂശതി സാഖി, ആ ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ കാല് വളരെ മെലിഞ്ഞതാണ്. അപ്പൊ ആ മെലിഞ്ഞ ആ കാലുകൾ കണ്ട് ബാക്കിയുള്ള സഹാബികൾ കണ്ട് അത്ര മെലിഞ്ഞതാണ് കണ്ടു ചിരിച്ചു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ തുദ്ഹിഖൂൻ, നിങ്ങൾ എന്താണ് ചിരിപ്പിച്ചത്, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ചിരിക്കുന്നത്, എന്താണ് നിങ്ങൾ ചിരിക്കുന്നത്? മാ തുദ്ഹിഖൂൻ, എന്താണ് ചിരിക്കുന്നത് ചോദിച്ചു. എന്നിട്ട് ഈ ഇബ്നു മസ്ഊദിന്റെ കാല് കണ്ടിട്ടാണ് എന്നുള്ളത് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലരിജ്ലു അബ്ദില്ലാഹ് അസ്ഖലു ഫിൽ മീസാൻ മിൻ ഉഹ്ദിൻ, അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ കാല് നാളെ മീസാനിൽ ഉഹ്ദ് മലയേക്കാൾ ഖനം തൂങ്ങുന്നതായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു. അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു വളരെ വളരെ ശ്രേഷ്ഠനായിട്ടുള്ള ആലിമായിട്ടുള്ള പണ്ഡിതനാണ്, സ്വഹാബിയാണ്. അവിടുത്തെ ചരിത്രം കേട്ടാൽ നമുക്ക് മനസ്സിലാവും. ആദ്യമായി കഅബയുടെ അടുക്കൽ പോയി ഖുർആൻ ഉറക്കെ ഓതിയ സ്വഹാബിയാണ് ആര്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ആരാണ് ഇങ്ങനെ രഹസ്യമായി ദഅവത്ത് നടക്കുന്ന കാലത്ത് തന്നെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വലിയ ഗോത്രത്തിൽപ്പെട്ട ആളൊന്നല്ല. അങ്ങനെ ആരാണ് ഓതുക എന്ന് പറഞ്ഞപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പോയിട്ട്, ഓർമ്മ ശരിയാണ്, സൂറത്തുർ റഹ്മാൻ മറ്റു ഓതുകയും ധാരാളം ഖുറൈശികളിൽ നിന്ന്, മുശ്രിക്കുകളിൽ നിന്ന് അടികൊള്ളുകയും പിറ്റേന്ന് വീണ്ടും പോയി ഓതാൻ തയ്യാറായ സഹാബിയാണ് അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. പോലെ മെലിഞ്ഞ ശരീരപ്രകൃതമാണ്. അപ്പൊ ഇങ്ങനെ മെലിഞ്ഞ ആ കാലുകൾ കണ്ടപ്പോ മറ്റുള്ളവർ ചിരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മീസാനിൽ ഉഹദിനേക്കാൾ കനം തൂങ്ങുന്ന കാലുകളാണിത് എന്ന് പറഞ്ഞു. മീസാനിൽ 3 തരത്തിലാണ് തൂക്കുക. മീസാൻ എന്നുള്ള പരലോകത്ത് ഉണ്ടാവും, 2 ത്രാസുകളായിട്ടുള്ള മീസാൻ ഉണ്ടാവും. അതിൽ നന്മ തിന്മകൾ, കർമ്മങ്ങൾ തൂക്കപ്പെടും. മറ്റ് കർമ്മങ്ങൾ രേഖപ്പെടുത്തിയ, നന്മകളുടെയും തിന്മകളെയും കർമ്മങ്ങൾ രേഖപ്പെടുത്തിയ ഏടുകൾ തൂക്കപ്പെടും. അതുപോലെ തന്നെ നന്മകളും തിന്മകളും ചെയ്ത വ്യക്തികളെ തൂക്കപ്പെടും. ഈ 3 തരത്തിൽ തൂക്കപ്പെടും. അതിൽ മനുഷ്യരെ തൂക്കുന്നതിൽ പാപങ്ങൾ ചെയ്ത ആളാണെങ്കിൽ അവൻ എത്ര തടിയുണ്ടെങ്കിലും ഒരു ഈച്ചയെ പോലും അല്ലെങ്കിൽ ഒരു കൊതുകിന്റെ ചിറകോളം പോലും ഖനം തൂങ്ങാത്ത അവസ്ഥയിലാണ് ഉണ്ടാവുക. ഇവിടെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഈമാനിന്റെയും അദ്ദേഹത്തിന്റെ സ്ഥാനത്തിന്റെയും ഫലമായിട്ട് അദ്ദേഹത്തിന്റെ മീസാനിൽ അദ്ദേഹത്തിന്റെ ആ
ദുനിയാവിൽ മെലിഞ്ഞൊട്ടിയ കാലുകളാണെങ്കിലും പരലോകത്ത് ഉഹുദ് മലയോളം കനം തൂങ്ങുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചിട്ടുണ്ട്. ഈ ഹദീസിൽ നിന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഫദ്ൽ മനസ്സിലാക്കാം. അതുപോലെ തന്നെ ആളുകളുടെ കോലമോ രൂപമോ അല്ല അള്ളാഹുവിന്റെ അടുക്കൽ അവരുടെ മഹത്വത്തെ അളക്കാനുള്ള അളവുകോൽ. അടുത്ത ബാബ്, ബാബുൽ മുസ്ലിമി മിർആതു അഖീഹി. ഒരു മുസ്ലിം അവന്റെ സഹോദരന്റെ കണ്ണാടിയാണ് എന്നുമായി ബന്ധപ്പെട്ട ഹദീസുകളാണ്. عن أبي هريرة رضي الله عنه قال المؤمن مرآة أخيه إذا رأى فيه عيبا أصلحه. ഒരു മുഅ്മിൻ അവന്റെ സഹോദരന്റെ കണ്ണാടിയായിരിക്കും. ഇദാ റആ ഫീഹി ഐബൻ, എന്തെങ്കിലും ഒരു കുറവ് തന്റെ സഹോദരനിൽ കണ്ടു കഴിഞ്ഞാൽ അസ്ലഹഹു, അവനതിനെ നന്നാക്കും. ഇതേ ആശയത്തിലുള്ള ഒരു ഹദീസ് കൂടി. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അൽ മുഅ്മിനു മിർആതു അഖീഹി. ഒരു മുഅ്മിൻ അവന്റെ കൂട്ടുകാരന്റെ കണ്ണാടിയാണ്, കണ്ണാടി പോലെയാണ്. വൽ മുഅ്മിനു അഖുൽ മുഅ്മിൻ. ഒരു മുഅ്മിൻ അവന്റെ മുഅ്മിന്റെ സഹോദരനാണ്. യകുഫു അലൈഹി ദൈഅതഹു. അവന് എന്തെങ്കിലും നഷ്ടം സംഭവിക്കുന്നത്, അവൻ എന്തെങ്കിലും പാഴാക്കുന്നത്, നഷ്ടം സംഭവിക്കുന്നത് ഇവൻ തടയും, സുഹൃത്ത് തടയും. വയഹൂതുഹു മിൻ വറാഇഹി. അവന്റെ പിന്നിലായിക്കൊണ്ട് അവനെ സംരക്ഷിക്കുന്ന അവസ്ഥയും ഉണ്ടാകും എന്നുള്ളത്. ഇവിടെ മുഅ്മിനീങ്ങൾ തമ്മിൽ ഉണ്ടായിരിക്കേണ്ട ബന്ധവും അതുപോലെ തന്നെ അവരുമായിട്ടുള്ള ഏറ്റവും നല്ല ആ ഒരു മുസ്ലിമീങ്ങൾ തമ്മിൽ ഉണ്ടാകേണ്ട, മുഅ്മിനുകൾ ഉണ്ടാകേണ്ട ബന്ധത്തെ അറിയിക്കുന്ന ഹദീസുകളാണ്. ഇതിൽ ഒന്നാമത്തെ ഹദീസിൽ എന്താണ് പറഞ്ഞത്? അൽ മുഅ്മിനു മിർആതു അഖീഹി. രണ്ട് ഹദീസിനുള്ളതാണ്. അതായത് ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിനിന്റെ, തന്റെ സഹോദരന്റെ കണ്ണാടിയാണ്. എന്താ കണ്ണാടിയോടുള്ള ഗുണം? എന്താ നമ്മളെന്താ കണ്ണാടി നോക്കുന്നത്? നമ്മുടെ നല്ല വശങ്ങൾ, നമ്മുടെ നല്ലതായിട്ടുള്ളതാണെങ്കിൽ അത് കാണാനും, അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ, നമ്മുടെ രൂപത്തിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ, നമ്മൾ എന്തെങ്കിലും കുഴപ്പങ്ങളോ ന്യൂനതകളോ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ നല്ല കുളിച്ച് വൃത്തിയായി വന്ന് എന്തെങ്കിലും അഴുക്കും ശരീരത്തിലുണ്ടോ എന്നറിയാനോ, മുഖത്തുണ്ടോ എന്നറിയാനോ, അതിനെല്ലാം നമ്മൾ കണ്ണാടി നോക്കുക, നമ്മൾ വൃത്തിയുണ്ടോ എന്ന് അറിയാനൊക്കെ. അപ്പൊ അതുപോലെയാണ് ഒരു മുഅ്മിൻ അവന്റെ സഹോദരൻ ഉണ്ടാവുക. ഇദാ റആ ഫീഹി ഐബൻ അസ്ലഹഹു. തന്റെ കൂട്ടുകാരനിൽ ഒരു ന്യൂനത കണ്ടു കഴിഞ്ഞാൽ അവൻ അത് നന്നാക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ സഹോദരനിൽ ദീനിന്റെ വിഷയത്തിലോ ദുനിയാവിന്റെ വിഷയത്തിലോ ഏതെങ്കിലും തരത്തിലുള്ള കുറവുകൾ കണ്ടു കഴിഞ്ഞാൽ അത് തിരുത്തുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത് എന്നുള്ളത്. അപ്പൊ നമ്മുടെ മുസ്ലിമായ സഹോദരൻ അവന്റെ ദീനിന്റെ വിഷയത്തിൽ എന്തെങ്കിലും ഒരു കുറവ് വരുത്തുന്നുണ്ട്, അല്ലെങ്കിൽ കുറവുകൾ സംഭവിക്കുന്ന, അല്ലെങ്കിൽ അവന്റെ സ്വഭാവത്തിൽ, അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള അവന്റെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അവന് കുറവുകൾ സംഭവിക്കുന്നുണ്ട് എങ്കിൽ അത് തിരുത്തി കൊടുക്കുന്ന, അവനെ ഏറ്റവും നല്ല രീതിയിൽ അതിനെ നന്നാക്കാൻ വേണ്ടി സഹായിക്കുന്ന, ഉപകാരത്തോടു കൂടി ഖൈർ ഉദ്ദേശിച്ചുകൊണ്ട് അവനെ ഏറ്റവും നല്ല രീതിയിൽ ഒപ്പം നിൽക്കുന്ന ആളായിരിക്കും ഒരു മുഅ്മിനായ സഹോദരൻ. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വേറെയും ഹദീസുകളിൽ ഒരു നല്ലൊരു സുഹൃത്ത് അവന്റെ ഗുണങ്ങളായി പറയുന്നിടത്ത് കാണാം, ഔലിയാഉല്ലാഹി ഹുമുൽ ലദീന യുദക്കിറുല്ലാഹ ലിറുയതിഹിം. അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അള്ളാഹുവിനെ ഓർമ്മ വരും, അല്ലെങ്കിൽ അവർ അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തും. മറ്റൊരു ഹദീസിൽ കാണാം, ഔലിയാഉല്ലാഹ് അല്ലദീന ഇദാ റഊ ദുക്കിറല്ലാഹ്. അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അവരെ കണ്ടാൽ, അവരെ കാണപ്പെട്ടാൽ അള്ളാഹുവിനെ സ്മരിക്കപ്പെടും. അതായത് അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അയാളെ കാണുമ്പോൾ നമുക്ക് അള്ളാഹുവിനെ ഓർമ്മ വരുന്ന, അല്ലെങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്ന അതുപോലെയുള്ള ആളുകളാണ് അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ അടയാളമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അത് നമ്മൾ നോക്കണം, നമ്മുടെ സുഹൃത്തുക്കൾ എങ്ങനെയുള്ളവരാണ്, നമ്മുടെ ന്യൂനതകൾ, കുറവുകൾ തിരുത്തി തരുന്ന, അള്ളാഹുവിലേക്കുള്ള യാത്രയിൽ എന്തെങ്കിലും തടസ്സം നമുക്കുണ്ടെങ്കിൽ അത് മാറ്റി തരുന്ന, നല്ല കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്ന, നമ്മുടെ അബദ്ധങ്ങളെ പറഞ്ഞു തരുന്ന ആളുകളാണോ, അതല്ല കൂടുതൽ അബദ്ധത്തിലേക്ക് ചാടിച്ച് അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് തെറ്റിക്കുന്ന ആളുകളാണോ എന്ന് നമ്മൾ നോക്കണം. അപ്പൊ യഥാർത്ഥ ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അവന്റെ സഹോദരന് കണ്ണാടി പോലെയായിരിക്കും. രണ്ട് കാര്യങ്ങൾ നമ്മൾ ഈ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഒന്നെന്താണ്? നമ്മൾ മറ്റുള്ളവർക്ക് എങ്ങനെയാണ് നോക്കണം. നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള സഹോദരന്മാർക്ക്, മുഅ്മിനായ സഹോദരന്മാർക്ക് അവരുടെ കുറവുകൾ ഉണ്ടെങ്കിൽ നന്നാക്കുന്ന ആളാണോ നോക്കണം. രണ്ട്, നമ്മുടെ സുഹൃത്തുക്കൾ എങ്ങനെയുള്ളവരാണെന്ന് നോക്കണം. നമ്മുടെ കുറവുകളെ നേരെയാക്കുന്ന ആളുകളാണോ, അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകളാണോ എന്ന് നോക്കണം. രണ്ടാമത്തെ ഹദീസിൽ കുറച്ചുകൂടി വാക്കുകളുണ്ട്. യകുഫു അലൈഹി ദൈഅതഹു വയഹൂതുഹു മിൻ വറാഇഹി. അവൻ എന്തെങ്കിലും ഒരു കാര്യം പാഴാക്കുന്നുണ്ടെങ്കിൽ അതിനെ തടയും. അഥവാ ദീനിയായിട്ട്, ഈമാനികമായിട്ടുള്ള അവസ്ഥയിൽ എന്തെങ്കിലും പാളിച്ചകൾ സംഭവിക്കുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ കച്ചവടത്തിലോ മറ്റുള്ള എന്തെങ്കിലും കാര്യത്തിൽ ഒരു നഷ്ടത്തിലേക്കാണ് അവൻ പോകുന്നത് എങ്കിൽ അതിനെ ഓർമ്മപ്പെടുത്തുന്ന, തടയുന്ന ഒരു കാര്യമായിരിക്കും. അതായത് തടയാന്ന് പറഞ്ഞാൽ അത് നഷ്ടത്തിലേക്കാണ് എന്ന് മറ്റൊരു, ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ കൂട്ടുകാർ എന്തെങ്കിലും കാര്യം ചെയ്യാൻ പോവാണ്,
ഒരു മുഅ്മിനായ സഹോദരൻ ചെയ്യാം. അപ്പൊ അത് ചെയ്താൽ അവന് നഷ്ടം വരും, അവൻ എന്തെങ്കിലും ഒരു പാളിച്ച വരും എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ തടയുന്നവനായിരിക്കണം. അതുപോലെ തന്നെ വയഹൂതുഹു മിൻ വറാഇഹി, അവന്റെ പിൻഭാഗത്ത് കൂടി അല്ലെങ്കിൽ അവൻ അറിഞ്ഞോ അറിയാതെയോ അവന്റെ കാര്യങ്ങളെ സംരക്ഷിക്കുന്ന, അവനെ കുറിച്ച് ആരെങ്കിലും ന്യൂനതകൾ പറയുന്നുണ്ടെങ്കിൽ, അതിനെ തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അതിനെ തിരുത്തുന്ന, അതല്ലാത്ത രീതിയിൽ തന്നെ അവന്റെ കാര്യങ്ങളെ സംരക്ഷിക്കുന്ന ആളായിരിക്കും യഥാർത്ഥ മുഅ്മിൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ. മുസ്ലിമീങ്ങൾ തമ്മിൽ മുഅ്മിനീങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അത്രയും അടുത്ത ഒരു ബന്ധം ഉണ്ടാവേണ്ടതാണ്. പലപ്പോഴും ഈ കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. സ്വഹാബികളുടെ കാലത്ത് തന്നെ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അതുപോലെ ബാക്കിയുള്ള ചില സ്വഹാബികളെല്ലാം മസലിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് ഉണ്ടായതിൽ നിസ്കാരം മാത്രമേ ഇപ്പൊ അതുപോലെ ഉള്ളൂ. അല്ലാതെയുള്ള മുസ്ലിമീങ്ങൾ തമ്മിലുള്ള മുഅ്മിനീങ്ങൾ തമ്മിലുള്ള ബന്ധമോ മറ്റൊന്നും ഞങ്ങൾ സ്വഹാബികളുടെ കാലത്ത് ഉണ്ടായിരുന്ന പോലെ ഒന്നുമില്ല എന്ന് അവർ തന്നെ പറഞ്ഞത് കാണാം. അപ്പൊ ഈ കാലഘട്ടത്തിൽ എത്രത്തോളം അത് ദുർബലമായിട്ടുണ്ടാകും. മുഅ്മിനുകൾ പരസ്പരം ഉണ്ടായിരിക്കേണ്ട ഒരു അവസ്ഥയാണ് ഈ ഹദീസുകളിൽ പറയുന്നത്. അടുത്ത ഹദീസ് ഇതേ ബാബിൽ അനിൽ മുസ്തവരിദ് അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അകല ബി മുസ്ലിമിൻ ഉക്ലതൻ, ആരെങ്കിലും ഒരു മുസ്ലിമിന്റെ അഭിമാനം വിറ്റുകൊണ്ട് ഒരു ഉരുള കഴിക്കുകയാണെങ്കിൽ, എന്തെങ്കിലും ഭക്ഷിക്കുകയാണെങ്കിൽ, ഫഇന്നല്ലാഹ യുത്ഇമുഹു മിസ്ലഹാ മിൻ ജഹന്നം, അവനെ അതുപോലെ ഒരു കാര്യം കൊണ്ട് നരകത്തിൽ നിന്ന് ഭക്ഷിപ്പിക്കുന്നതാണ്. വമൻ കുസിയ ബിറജുലിൻ മുസ്ലിമിൻ ഫഇന്നല്ലാഹ അസ്സ വജല്ല യക്സൂഹു മിൻ ജഹന്നം, ഒരു മുസ്ലിമിന്റെ അഭിമാനം പിച്ചി ചീന്തിക്കൊണ്ട് അവൻ എന്തെങ്കിലും വസ്ത്രം ധരിക്കുകയാണെങ്കിൽ നരകത്തിൽ അതുപോലെയുള്ള വസ്ത്രം അവനെ ധരിപ്പിക്കുന്നതാണ്. ഒമൻ ഖാമ ബിറജുലിൻ മുസ്ലിമിൻ മഖാമ റിയാഇൻ വസുംഅത്തിൻ, വേറൊരു മുസ്ലിമിന്റെ അഭിമാനം വെച്ചുകൊണ്ട് ആളുകളുടെ മുമ്പിൽ എന്തെങ്കിലും ഒരു സ്ഥാനം ആഗ്രഹിച്ച ഒരാൾ നിൽക്കുകയാണ് എങ്കിൽ ഫഇന്നല്ലാഹ യഖൂമു ബിഹി മഖാമ റിയാഇൻ വസുംഅത്തിൻ യൗമൽ ഖിയാമ, നാളെ പരലോകത്ത് അവന്റെ ന്യൂനതകളെ വെളിവാക്കിക്കൊണ്ട് അല്ലാഹു തആല അവനെ കാണിക്കും എന്ന്. അതായത് ഒരു മുസ്ലിം നമ്മുടെ സഹോദരനാണ്, സുഹൃത്താണ്. ആ സുഹൃത്തിന്റെ ഒപ്പം കൂടിയിട്ട് ആ സുഹൃത്തിനെ പറ്റി അവന്റെ ശത്രുക്കളുടെ അടുക്കലോ അല്ലെങ്കിൽ മറ്റാളുകളുടെ അടുക്കലോ അവരിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി, എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടി, പണമോ ഭക്ഷണമോ വസ്ത്രമോ അതിൽ മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഈ സുഹൃത്തിന്റെ അഭിമാനത്തെ പിച്ചി ചീന്തുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഗീബത്തായി, പരദൂഷണമായിട്ടോ ഏഷണിയായിട്ടോ കളവായിട്ടോ നമ്മുടെ ഒരു മുഅ്മിനിന്റെ ന്യൂനതകളെ പിച്ചി ചീന്തുന്ന അല്ലെങ്കിൽ അവന്റെ അഭിമാനത്തെ പിച്ചി ചീന്തിക്കൊണ്ട് തന്റെ വ്യക്തിപരമായിട്ടുള്ള സാമ്പത്തിക നേട്ടങ്ങൾക്കും ഭക്ഷണത്തിനും വസ്ത്രത്തിനും അത് അല്ലെങ്കിൽ സ്ഥാനത്തിനും പേരിനും ഒക്കെ വേണ്ടിയിട്ട് ഒരു മുസ്ലിമിന്റെ അഭിമാനത്തെ ഒരാൾ പിച്ചി ചീന്തിയാൽ അതുപോലെ തന്നെ പരലോകത്ത് അവൻ തിന്നതാണെങ്കിൽ നരകത്തിന്റെ ഭക്ഷണം അവന് തീറ്റിപ്പിക്കും അല്ലാഹു. അവൻ ആ മുസ്ലിമിന്റെ അഭിമാനത്തെ പിച്ചു ചീന്തിക്കൊണ്ട് എന്തെങ്കിലും വസ്ത്രമാണ് നേടിയത് എങ്കിൽ നരകത്തിന്റെ വസ്ത്രം അവന് ധരിപ്പിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥാനമോ അല്ലെങ്കിൽ മറ്റുള്ള നേട്ടങ്ങളാണെങ്കിൽ അതുപോലെ നിന്ദ്യതയുടെ സ്ഥാനമായിരിക്കും പരലോകത്ത് ഉണ്ടാവുക. അതായത് ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ അഭിമാനം ഏറ്റവും നല്ല ഇത് കാത്തു സൂക്ഷിക്കേണ്ടവനാണ്. ഒരു മുസ്ലിമിന്റെ അഭിമാനം പിച്ചു ചീന്തുന്ന ഒരാളായിട്ട് തന്റെ വ്യക്തിപരമായ നേട്ടത്തിന് വേണ്ടി മുസ്ലിമായ മുഅ്മിനായ ഒരു സഹോദരന്റെ അഭിമാനത്തെ പിച്ചു ചീന്തുക എന്നുള്ളത് നരകത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ് അവൻ ചെയ്തത്, പണത്തിനോ ഭക്ഷണത്തിനോ സ്ഥാനത്തിനോ അല്ലെങ്കിൽ വസ്ത്രത്തിനോ എന്തിനാണോ അതുപോലെ നരകത്തിലും അല്ലാഹു തആല അവനെ ഭക്ഷിപ്പിക്കുകയും വസ്ത്രം ധരിപ്പിക്കുകയും ചെയ്യും. നമ്മൾ ആലോചിച്ച് നോക്കിയും, നമ്മൾ അറിയാതെ പോലും നമ്മുടെ ഉള്ളിൽ വരാൻ പാടില്ലാത്ത ഒരു കാര്യമാണത്. ഒരു മുസ്ലിമിന്റെ അഭിമാനത്തെ ഇല്ലാതാക്കുന്ന, ഒരു മുസ്ലിമിനെ കുറിച്ച് ഇല്ലാത്തത് പറയുന്ന, കളവ് പറയുന്ന, ഗീബത്ത് പറയുന്ന, നമീമത്ത് പറയുന്ന ഏതെങ്കിലും രീതിയിലുള്ള ഒരവസ്ഥ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. ഒരു മുസ്ലിമിന്റെ അഭിമാനത്തെ നശിപ്പിക്കുന്ന, നമ്മുടെ വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് നാം നശിപ്പിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് നരകത്തിൽ അല്ലാഹു തആല ശിക്ഷ നൽകും എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. അടുത്ത ബാബു മാ ലാ യജൂസു മിനൽ ലഅബി വൽ മിസാഹ്, തമാശയും കളിയും അനുവദനീയമല്ല ചില വിഷയങ്ങളിൽ എന്നതുമായി ബന്ധപ്പെട്ട്. عن عبد الله بن السائب عن أبيه عن جده يزيد بن سعيد قال سمعت رسول الله صلى الله عليه وسلم يعني يقول, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, لا يأخذ أحدكم متاع صاحبه لاعبا ولا جادا فإذا أخذ أحدكم عصا صاحبه فليردها إليه لا يأخذ أحدكم متاع صاحبه لاعبا ولا جادا. നിങ്ങളിൽ ഒരാളും നിങ്ങളുടെ സഹോദരന്റെ എന്തെങ്കിലും ഒരു വസ്തു കളിയായിക്കൊണ്ടോ കാര്യമായിക്കൊണ്ടോ എടുക്കാൻ പാടില്ല. കളിയായിക്കൊണ്ടോ കാര്യമായിക്കൊണ്ടോ എടുക്കാൻ പാടില്ല. ഫൈദാ അഖദ അഹദുക്കും അസാ സ്വാഹിബിഹി, തന്റെ സുഹൃത്തിന്റെ, തന്റെ കൂട്ടുകാരന്റെ, തന്റെ സഹോദരന്റെ ഒരു വടി
ഒരാൾ എടുക്കുകയാണെങ്കിൽ ഫൽയുറുദ്ദഹ ഇലൈഹി, അത് അവന് മടക്കി കൊടുക്കണം എന്നത്. അതായത് നമ്മുടെ കൂട്ടുകാർക്കിടയിൽ, മുസ്ലിമീങ്ങളായ സഹോദരന്മാർക്കിടയിൽ എന്തെങ്കിലും ഒരു കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുകയോ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യുന്നത് പാടില്ലാത്ത കാര്യമാണ്. കാരണം അവന്റെ ഒരു വസ്തു, തന്റെ സുഹൃത്തിന്റെ ഒരു വസ്തു അത് വേണമെന്ന് കൊണ്ടെടുക്കുകയാണെങ്കിൽ എന്താണ് അത്? എന്താ പറയാ? കളവ് എന്ന് പറയും. ഈ തമാശക്ക് അവനൊന്ന് പേടിപ്പിക്കാൻ വേണ്ടി അങ്ങനെ എടുക്കുകയാണെങ്കിലോ അത് പാടില്ലാത്ത കാര്യമാണ്. ഒരു മുസ്ലിമായ സഹോദരന്റെ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾ, അവന്റെ ചരക്കോ അവന്റെ ഭക്ഷണമോ അല്ലെങ്കിൽ അവന്റെ വേറെ എന്തെങ്കിലും വസ്തുക്കളോ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? അവന്റെ അനുവാദമില്ലാതെ എടുക്കാൻ പാടില്ല. അത് അറിഞ്ഞോണ്ട് എടുക്കുകയാണ്, വേണമെന്ന് വെച്ച് എടുക്കുകയാണെങ്കിൽ അത് കളവാണ്. ഈ തമാശക്ക് അവനെ പേടിപ്പിക്കാൻ, അവനൊന്ന് പറ്റിക്കാൻ എന്ന നിലക്ക് പലപ്പോഴും കുട്ടികളുടെ ഇടയിലൊക്കെ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അതും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് എന്ന് നമ്മൾ ഓർക്കണം. കാരണം ഒരു മുസ്ലിമിനെ മറ്റൊരു മുസ്ലിം പേടിപ്പിക്കാൻ പാടില്ല. ഒരു മുസ്ലിമിനെ മറ്റൊരു മുസ്ലിം എന്ത് ചെയ്യാൻ പാടില്ല? പേടിപ്പിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് ഉണ്ടായ ഒരു സംഭവം കാണാം. ഒരിക്കൽ ഒരു വ്യക്തി ഒരു യാത്രയിലാണ്, സഹാബികൾ യാത്രയിലാണ്. അങ്ങനെ ഒരു വ്യക്തി ഉറങ്ങുന്ന സമയത്ത് മറ്റു ചില സഹാബികൾ ആ വ്യക്തിയുടെ വാളോ അല്ലെങ്കിൽ കയറോ എന്തോ വസ്തുക്കൾ എടുത്തു, ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇത് അവരെടുത്തപ്പോ എടുക്കപ്പെട്ട വ്യക്തി പേടിച്ചു. അപ്പൊ ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഹില്ലു ലിമുസ്ലിമിൻ അയ്യുറവ്വിഅ മുസ്ലിമൻ, ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനെ പേടിപ്പിക്കാൻ പാടില്ല. എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ പേരിൽ പേടിപ്പിക്കാൻ പാടില്ല. ഇപ്പൊ എന്തെങ്കിലും കാണിച്ചിട്ടോ അല്ലെങ്കിൽ എന്തൊരു കാര്യം എടുത്തിട്ട് നഷ്ടപ്പെടുന്ന രീതിയിലോ അല്ലെങ്കിൽ ഏത് രീതിയിലും ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനെ പേടിപ്പിക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അപ്പോ നമ്മുടെ സഹോദരങ്ങളുടെ വസ്തുക്കൾ അനുവാദമില്ലാതെ എടുക്കാൻ പാടില്ലാത്തതാണ്. അത് വേണമെന്ന് വെച്ച് എടുക്കുകയാണെങ്കിൽ അത് എന്താണ്? കളവാണ്. ഇനി തമാശക്കാണെങ്കിലും അത് പാടില്ലാത്ത കാര്യമാണ്. പിന്നെ അനുവദിക്കപ്പെട്ടുള്ള ഒരു മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനത് എടുത്താൽ കുഴപ്പമില്ല എന്ന് 100% ഉറപ്പുള്ള, അത്രയും നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ അത് അനുവദിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഉറപ്പ് വരണം. അത് നമ്മൾ എടുത്തു എന്നുകൊണ്ട് അവനൊരു ഉറപ്പല്ല എന്ന് 100% ഉറപ്പുണ്ടാകുന്ന ഏതെങ്കിലും ഒരു കാര്യമാണെങ്കിൽ അതിന് ചില അനുവാദങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതല്ലാത്ത രീതിയിൽ അവനെ പേടിപ്പിക്കാൻ എന്നുള്ള നിലക്ക്, കളിയായിട്ടോ പറ്റിക്കാൻ എന്ന നിലക്കോ അല്ലെങ്കിൽ വേണമെന്ന് വെച്ചുകൊണ്ടോ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അടുത്ത ബാബ് അദ്ദാലു അലൽ ഖൈരി, നന്മയെ അറിയിക്കുന്നവൻ എന്നുമായി ബന്ധപ്പെട്ട ഹദീസുകൾ. عن أبي مسعود الأنصاري رضي الله عنه قال جاء رجل إلى النبي صلى الله عليه وسلم فقال إني أبدع بي فاحملني. ഒരിക്കൽ ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നു, ആ റസൂലേ ഞങ്ങളോടൊപ്പം വരുന്നുണ്ട്, എന്നെയും നിങ്ങളുടെ ഒപ്പം കൂട്ടണമെന്ന് പറഞ്ഞു. അതായത് ഒരു യുദ്ധത്തിന് പോകുന്ന സന്ദർഭത്തിൽ യുദ്ധത്തിന് പോകാൻ വാഹനമൃഗമില്ലാത്ത ഒരു സഹാബി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെടുകയാണ്, എന്നെ കൂടി കൊണ്ടുപോകണം, വാഹനപ്പുറത്ത് എന്നെ കൂടി ഏറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തി വരികയാണ്. ഖാല, അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ അജിദു വലാകിൻ ഇതി ഫുലാനൻ ഫലഅല്ലഹു അൻ യഹ്മിലക, എന്റെ കയ്യിൽ വാഹനമൃഗമില്ല, നിന്നെ കൊണ്ടുപോകാനുള്ള വാഹനമൃഗമില്ല എന്ന് പറഞ്ഞു. പക്ഷെ പറഞ്ഞു, ഇന്ന ആളുടെ അടുക്കലേക്ക് പോയാൽ അവന്റെ അടുക്ക് വാഹനമൃഗം ഉണ്ടാകും, അതുകൊണ്ട് അവന്റെ അടുക്കലേക്ക് പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ അയാളുടെ അടുക്കലെത്തി, അയാളൊപ്പം പോകാൻ വാഹനമൃഗവും എല്ലാം സൗകര്യം എല്ലാം ചെയ്തു കൊടുത്തു. ഫഅതൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅഖ്ബറഹു, അങ്ങനെ ഈ കാര്യം ഈ വ്യക്തി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അറിയിച്ചു, നാളെ കിട്ടിയിട്ടുണ്ട്, വാഹനമൃഗം റെഡി ആയിട്ടുണ്ട്, യാത്രക്ക് ശരിയായിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ദല്ല അലാ ഖൈറിൻ ഫലഹു മിസ്ലു അജ്രി ഫാഇലിഹി, ആരെങ്കിലും ഒരു നന്മ അറിയിച്ചാൽ അവൻ ആ പ്രവർത്തനം ചെയ്തവന്റെ പോലെ തന്നെ പ്രതിഫലം ലഭിക്കുന്നതാണ്. ഇതിന്റെ ചില റിവായത്തില് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒപ്പം കൊണ്ടുപോകാൻ വാഹനമൃഗം ഇല്ല എന്ന് പറഞ്ഞപ്പോ അവിടെ ഉണ്ടായിരുന്ന വേറൊരാളാണ് പറഞ്ഞത്, ഇന്ന ആളുടെ ഒരു വാഹനമൃഗം ഉണ്ട്, അപ്പൊ അവനെ ഏറ്റിക്കോളും എന്ന് വേറൊരാളാ പറഞ്ഞതെന്നും വന്നിട്ടുണ്ട്. ഇവിടെ വിഷയം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ദല്ല അലാ ഖൈരിൻ, ആരെങ്കിലും ഒരു നന്മ അറിയിച്ചു കഴിഞ്ഞാൽ ഫലഹു മിസ്ലു അജ്രി ഫാഇലിഹി, അത് പ്രവർത്തിച്ചവന്റെ അതേ പ്രതിഫലം അവനും ഉണ്ടാകുന്നു. എല്ലാ വിഷയത്തിലുള്ള പൊതുവായിട്ടുള്ള ഇസ്ലാമിലെ ഒരു ഖായിദയാണത്. നന്മ അറിയിക്കുന്നവന് ആ പ്രവർത്തിച്ചവന്റെ പോലെ തന്നെ പ്രതിഫലം ലഭിക്കും. ഇവിടെ ആ വാഹനമൃഗം അയാളുടെ കയ്യിലില്ല, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലില്ല, അല്ലെങ്കിൽ ആ പറഞ്ഞ വ്യക്തിയുടെ അടുക്കലില്ല. പക്ഷെ ഇന്ന ആളുടെ അടുക്കൽ കിട്ടും, ഇന്ന ആളുടെ അടുക്കൽ അത് ഉണ്ട് എന്ന് അറിയിച്ചതിന്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറയാണ്?
ആരാണോ വാഹനമൃഗം കൊടുത്ത് ആ വാഹനമൃഗത്തിന്റെ പുറത്ത് ഏറ്റി കൊണ്ടുപോകുന്നത് അതുപോലെ തന്നെ പ്രതിഫലം ഈ അറിയിച്ചവനുണ്ട്. ഇതെല്ലാ മേഖലയിലും ഉണ്ട്. അപ്പൊ നമുക്കൊക്കെ വലിയൊരു തൗഫീഖ് ഇന്ന് കാലത്തെ പണ്ഡിതന്മാർ എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. നമുക്ക് നന്മകൾ അറിയിക്കാനുള്ള സൗകര്യങ്ങൾ എളുപ്പമായിട്ടൊരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. അപകടങ്ങൾ അതിന്റെ ഭാഗത്തുണ്ടെങ്കിലും എന്നാൽ നന്മകൾ അറിയിക്കാനുള്ള വലിയൊരു സൗകര്യം ഇന്ന് നമുക്ക് ഒരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിലപ്പോ 2 അമർത്തൽ കൊണ്ട് തന്നെ എത്രയോ ആളുകളിലേക്ക്, ചിലപ്പോൾ 100, 200, 1000 ആളുകളിലേക്ക് ഒരു നന്മയെ എത്തിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതല്ലെങ്കിൽ ഏതെങ്കിലും എല്ലാ രീതിയിലും ആളുകൾക്ക് ഭക്ഷണമായിട്ടോ അല്ലെങ്കിൽ മറ്റു സൗകര്യങ്ങളായിട്ടോ ദീനിന്റെ അറിവുകളായിട്ടോ എല്ലാ രീതിയിലും നന്മ എത്തിച്ചു കൊടുക്കാൻ സാധിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത് നന്മ എത്തിച്ചു കൊടുക്കുന്ന ആൾക്ക് ആ നന്മ ചെയ്യുന്ന അതുപോലെയുള്ള പ്രതിഫലം ലഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഏതൊരു നന്മയിലും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല, ഒരാൾക്ക് നമുക്ക് സ്വതക്ക കൊടുക്കാനില്ല, നമ്മുടെ കയ്യിൽ പണമില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം ചെയ്തു കൊടുക്കാനില്ല, പക്ഷെ അതൊരാൾക്ക് അറിയിച്ചു കൊടുക്കുക എന്നുള്ളത് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. അല്ലെങ്കിൽ നമുക്കൊരാൾക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കാനുള്ള അറിവില്ല, അല്ലെങ്കിൽ നമുക്കത് പറഞ്ഞു കൊടുക്കാൻ മാത്രം അറിവില്ല, പക്ഷെ അത് പറഞ്ഞു കൊടുക്കുന്ന ആളുകളുടെ ആ കാര്യങ്ങളെ അറിയിച്ചു കൊടുക്കുക എന്നുള്ളത്, അങ്ങനെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നന്മകൾ എന്താണോ അവിടെ അറിയിക്കുക എന്നുള്ളതാണ് മഹത്തായിട്ടുള്ള ഒരു കാര്യമായിട്ട് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ പരിശ്രമിക്കേണ്ട ഒരു കാര്യമാണ് നന്മ അറിയിച്ചു കൊടുക്കാൻ. അടുത്ത ബാബ്, ബാബുൽ അഫ്വി വസ്സഫ്ഹി അനിന്നാസ്, ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ബാബ്. ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്നതിന്റെമായി ബന്ധപ്പെട്ട ബാബ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാല അന്ന യഹൂദിയതൻ അതത് النبي സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിശാത്തിൻ മസ്മൂമത്തിൻ. ഒരിക്കൽ യഹൂദിയായിട്ടുള്ള ഒരു ജൂത സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ആടിനെ ഭക്ഷണം പാകം ചെയ്തു കൊടുത്തു, വിഷം കലർത്തിയിട്ടുള്ളത്. ഫാക്കല മിൻഹാ ഫജീഅ ബിഹാ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് ഭക്ഷിക്കുകയുണ്ടായി. കുറച്ച് ഭക്ഷിച്ചു, പിന്നെ അതില് വിഷം കലർത്തിയെന്ന് അറിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഒഴിവാക്കി. എന്നിട്ട് ആ സ്ത്രീയെ കൊണ്ടുവരപ്പെട്ടപ്പോൾ ഫഖീല, സഹാബികൾ ചോദിച്ചു, അലാ നഖ്തുലുഹ, ഞങ്ങൾ അവളെ വധിക്കട്ടെ എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, വേണ്ടാന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വധിക്കാൻ വേണ്ടി വിഷം കലർത്തിയ ഭക്ഷണം ആടിനെ പാകം ചെയ്ത് കൊടുത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേണമെങ്കിൽ പകരം വധശീലം നടപ്പിലാക്കാനുള്ള ഒരു അവസരം ഉണ്ട് അവിടെ, പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേണ്ടാന്ന് പറഞ്ഞു. قال أنس رضي الله عنه പറയാണ് فما زلت أعرفها في لهوات رسول الله صلى الله عليه وسلم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണസമയത്തുള്ള ആ സമയത്ത് പോലും ആ വിഷം കലർന്നതിന്റെ അടയാളങ്ങൾ കാണാറുണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞിട്ടുണ്ട് എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറയാണ്. വേറെ ചില ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്, പിന്നെ ആ വിഷം കലർത്തിയ മാംസം കഴിച്ചതിന്റെ ഫലമായിട്ടാണ് എനിക്ക് വേദന ഉണ്ടാകുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണസമയത്ത് പറഞ്ഞതായി ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അത് ഖൈബർ യുദ്ധ സമയത്താണ് അത് കഴിക്കുകയുണ്ടായിട്ടുള്ളത്. ഇവിടെ ഈ ഹദീസ് ഇവിടെ കൊടുക്കാനുള്ള കാരണം 2-3 കാര്യങ്ങൾ ഈ ഹദീസ് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ജൂത സ്ത്രീകൾ, അതായത് കുഫാറുകൾ, അവർ ഹദിയായി നൽകുന്ന ഭക്ഷണം, അവരുടെ ആഘോഷവുമായി ബന്ധപ്പെട്ടല്ലാതെയുള്ള ഭക്ഷണങ്ങൾ ഭക്ഷിക്കൽ അനുവദനീയമാണ്. യഥാർത്ഥത്തിൽ ഈ ജൂതന്മാരെന്ന് പറഞ്ഞാൽ അവർ പലിശയുമായിട്ടും ഹറാമായതുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകളാണ്. പക്ഷെ അവർ കൊണ്ടുവന്ന ഭക്ഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്, ഇതല്ലാതെ ഇതിന് പുറത്തും ഭക്ഷിച്ചതായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അത് ഭക്ഷിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഒരാളുടെ വരുമാനം ഹറാമാണ്, അല്ലെങ്കിൽ ആ രീതിയിലുണ്ട്, പക്ഷെ അയാളൊരു ഭക്ഷണം ഉണ്ടാക്കി തന്നു എന്നുകൊണ്ട് നമ്മൾ ഹറാം ഭക്ഷിച്ച കുറ്റം നമുക്ക് ഉണ്ടാവില്ല. അത് അയാളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. കാരണം ഈ ജൂതന്മാരുടെ എല്ലാം ഭക്ഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ ഹദിയായി നൽകിയത് ഭക്ഷിച്ചിട്ടുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ബാബുമായി ബന്ധപ്പെട്ട വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീയെ വധിക്കട്ടെ എന്ന് സഹാബികൾ ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഫൂ ചെയ്തുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞ് ആ സ്ത്രീയെ ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യം, ഒരു കാഫിറത്തായിട്ടുള്ള ഒരു ജൂത സ്ത്രീ തന്നെ വധിക്കാൻ നോക്കിയ ഒരാളോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തത്, കൊല്ലണ്ട എന്ന് പറഞ്ഞ് വെറുതെ വിട്ടത്. അപ്പോൾ പരസ്പരം മുസ്ലിമീങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണെങ്കിൽ എത്ര ഗൗരവമുണ്ട്. മുസ്ലിമീങ്ങൾ തമ്മിൽ പരസ്പരം എന്തെങ്കിലും പ്രശ്നത്തിന്റെ മേലെ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാകാതെ പരസ്പരം തെറ്റിയിട്ടും പിണങ്ങിയിട്ടും അല്ലെങ്കിൽ പലതരം പ്രശ്നങ്ങളായി നടക്കുന്ന ധാരാളം ആളുകളെ നമ്മുടെ നാടുകളിലെല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ജൂത സ്ത്രീക്ക് പോലും വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തിട്ടുണ്ട് എങ്കിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം, മുസ്ലിമീങ്ങൾക്കിടയിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അടുത്ത ഹദീസ്, عن وهب بن كيسان قال سمعت عبد الله
ابن الزبير يقول على المنبر خذ العفو وأمر بالعرف واعرض عن الجاهلين. അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹം മിമ്പറിന്റെ മേലെ, അദ്ദേഹം കുറച്ചു കാലം ഖലീഫയായി നിന്നിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ അദ്ദേഹം മിമ്പറിന്റെ മേലെ വെച്ച് ഈ ആയത്ത് ഓതി. സൂറത്തുൽ അറാഫിലെ 199 ആയത്ത്, ഖുദിൽ അഫ്വ, ആളുകൾക്ക് നീ വിട്ടുവീഴ്ച ചെയ്യുക, വഅ്മുർ ബിൽ ഉർഫ്, നീ നന്മ കൽപ്പിക്കുക, വഅരിദ് അനിൽ ജാഹിലീൻ, ജാഹിലീങ്ങളെ തൊട്ട് തിരിഞ്ഞു കളയുക എന്നുള്ള ഈ ആയത്ത് ഓതി. എന്നിട്ട് അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി, അല്ലാഹു ആണ്, മാ അമറ ബിഹാ അൻ തുഖദ ഇല്ലാ മിൻ അഖ്ലാഖിൻ നാസ് വല്ലാഹി ലആഖുദന്നഹാ മിൻഹും മാ സുഹിബ്തും. അല്ലാഹു ആണ് ഇതുകൊണ്ട് കൽപ്പിച്ചിട്ടുള്ളത് ആളുകളെ അവരുടെ സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ പരിഗണിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ആളുകളോടൊപ്പം ഇടപഴകുമ്പോൾ അവരുടെ സ്വഭാവത്തെ പരിഗണിച്ചുകൊണ്ടാണ് നിൽക്കാറുള്ളത് എന്ന് പറഞ്ഞു. അതായത് ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞത് എന്താണ്? അഫു, ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക, നന്മ കൽപ്പിക്കുക, ജാഹിലീങ്ങളിൽ നിന്ന് തിരിഞ്ഞു കളയുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താണ്? ഇതിൽ അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത് ആളുകളുടെ ഇടയിൽ ഇടപഴകുമ്പോൾ അവരുടെ സ്വഭാവത്തെ പരിഗണിച്ച് ഇടപഴകുക എന്നുള്ളതാണ്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ ആളുകളും നമ്മൾ ചിന്തിക്കുന്ന പോലെ തന്നെ ചിന്തിക്കണം എന്ന് വിചാരിച്ച എന്താവൂല, നടക്കില്ല, ഒരിക്കലും ഉണ്ടാവാൻ പോകുന്നില്ല. ആളുകളുടെ ഇടയിൽ പല സ്വഭാവക്കാരുണ്ടാകും, പല പെരുമാറ്റക്കാരുണ്ടാകും, പല തരത്തിലുള്ള ആളുകളുണ്ടാകും. ആ ആളുകളോട് നമ്മൾ എടുക്കേണ്ട നിലപാട് ഒന്ന് അഫ്വാണ്. പല തരത്തിലുള്ള കുറവുകളുണ്ട്, അവർക്ക് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കേണ്ട ധാരാളം മേഖലകൾ ഉണ്ടാവും. അവരെ അങ്ങനെ അംഗീകരിക്കുകയും മനസ്സിലാക്കുകയും നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. രണ്ടാമത്തെ വഅ്മുർ ബിൽ ഉർഫ്, നന്മ കൽപ്പിക്കുക, നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. നീ ജഹ്ല് നിറഞ്ഞ ആളുകളാണെങ്കിൽ വഅരിദ് അനിൽ ജാഹിലീൻ, അവരിൽ നിന്ന് എന്ത് ചെയ്യുക? തിരിഞ്ഞു കളയുക. അവരുടെ കാര്യങ്ങൾ ആലോചിച്ചിട്ട് നമ്മൾ ടെൻഷൻ അടിച്ച് ബേജാറായിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ ആളുകളെ അവരുടെ സ്വഭാവം മനസ്സിലാക്കിക്കൊണ്ട് അവരുമായിട്ട് ഇടപഴകലാണ് നടക്കുകയുള്ളൂ എന്നറിയിക്കാനാണ് ഈ ആയത്ത് കൊണ്ട് കൽപ്പിച്ചിട്ടുള്ളത് എന്ന് അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. ഇതേ ആശയത്തിൽ ഈ ആയത്ത് ഉമർ റളിയല്ലാഹുവിന്റെ അടുക്കൽ പാരായണം ചെയ്യപ്പെട്ട ഒരു സംഭവം ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉയൈന ബിൻ ഹസ്ൻ ബിൻ ഹുദൈഫ, അദ്ദേഹം ഉയൈന ബിൻ ഹസ്ൻ എന്നുള്ളത് ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഉമർലാന്റെ അടുക്കലുള്ള അറിവുള്ള പണ്ഡിതന്മാരായിട്ടുള്ള ഖുർആൻ പാരായണം ചെയ്യാനും മറ്റു കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ള ആളുകൾ പെട്ടതാണ്. അദ്ദേഹത്തിന്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു, സഹോദര പുത്രനാണ് അൽ ഹുർർ ബിൻ ഖൈസ്, ഹുർർ ബിൻ ഖൈസ് എന്ന് പേരുള്ളത്. അപ്പൊ ഹുർർ ബിൻ ഖൈസ് വന്നിട്ട് ഉയൈനയുടെ അടുക്കൽ പറഞ്ഞു, ഉമർ റളിയല്ലാഹുവിന്റെ അടുക്കൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്, അതിനൊരു അനുവാദം കിട്ടുമോ? അങ്ങനെ ഉയൈന തന്റെ സഹോദര പുത്രന് വേണ്ടി അനുവാദം ചോദിക്കുകയും അങ്ങനെ ഹുർർ ബിൻ ഖൈസിന് അനുവാദം ലഭിക്കുകയും ചെയ്തു. അങ്ങനെ അനുവാദം ലഭിച്ച് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ അടുക്കൽ എത്തിയ സമയത്ത് ഹുർർ ബിൻ ഖൈസ്, അദ്ദേഹം വലിയൊരു അറിവുള്ള ആളല്ല, ഒരു ജഹലുള്ള ആളാണ്. അദ്ദേഹം ഉമർ റളിയല്ലാഹുവിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, ഹി ഇബ്നു ഖത്താബ് ഫവല്ലാഹി മാ തുഅതീന അൽ ജസ്ല വലാ തഹ്കും ബൈനനാ ബിൽ അദ്ൽ. ഉമർ റളിയല്ലാഹുവിനോട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ഞങ്ങൾക്ക് യഥാർത്ഥ രൂപത്തിൽ ഞങ്ങൾക്കുള്ള ഭക്ഷണ കാര്യങ്ങൾ നൽകുന്നില്ല, ഞങ്ങളുടെ ഇടയിൽ നീതി പാലിക്കുന്നില്ല എന്ന് പറഞ്ഞു. തെറ്റായിട്ടുള്ള ഒരു വാദമായിട്ട് പറഞ്ഞതാണ്. അപ്പൊ ഇത് കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു ദേഷ്യം വന്നു, അദ്ദേഹത്തെ ശിക്ഷിക്കും എന്നുള്ള നിലക്ക് ദേഷ്യം വന്നു. അപ്പൊ ഇത് മനസ്സിലായ ഞാൻ പേര് മാറിപ്പോയി. അതായത് ഹുർർ ബിൻ ഖൈസാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ പാരായണത്തിന്റെ ആളായിട്ടുള്ളത്. ഹുർർ ബിൻ ഖൈസിന്റെ സഹോദര പുത്രനാണ് ഉയൈന ബിൻ ഹസ്ൻ എന്നുള്ളത്. പേര് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത് മാറിപ്പോയിട്ടുണ്ട്. അപ്പൊ ഉയൈന ഈ വാക്ക് പറഞ്ഞു, നിങ്ങൾ ഞങ്ങൾക്ക് ശരിക്കും ഭക്ഷണം നൽകുന്നില്ല, ഞങ്ങളുടെ ഇടയിൽ വിധി കൽപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് അൽ ഹുർർ പറഞ്ഞു, യാ അമീറുൽ മുഅ്മിനീൻ ഇന്നല്ലാഹ തആല ഖാല ലിനബിയിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അമീറുൽ മുഅ്മിനീൻ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ ആയത്ത് ഓതി. ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫ് വഅരിൽ അനിൽ ജാഹിലീൻ എന്ന ആയത്ത് ഓതിയിട്ട് പറഞ്ഞു, വഇന്ന ഹാദാ മിനൽ ജാഹിലീൻ, ഇത് പറഞ്ഞ ഈ വ്യക്തി ആ ജാഹിലീങ്ങളിൽ പെട്ടതാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു കൂടുതൽ ശിക്ഷയിലേക്ക് മറ്റൊന്നും പോകാതെ ഖുർആന്റെ ആയത്ത് പറഞ്ഞു കൊടുത്ത് അവിടെ തന്നെ നിന്നു. അതായത് ആളുകളുമായിട്ട് ഇടപഴകുമ്പോൾ ആളുകളുടെ സ്വഭാവം മനസ്സിലാക്കി വിട്ടുവീഴ്ച ചെയ്യേണ്ടടുത്ത് വിട്ടുവീഴ്ച ചെയ്തു, ജഹ്ല് ബാധിച്ച ആളുകളിൽ നിന്ന് പിന്തിരിഞ്ഞും നന്മ കൽപ്പിച്ചുമായിട്ട് ജീവിച്ചാൽ മാത്രമാണ് ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അതാണ് അല്ലാഹു തആല നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത് എന്ന് ഇതിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാം. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ളത് അടുത്ത ദിവസം നോക്കാം. അസ്സലാമു അലൈക്കും.